പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവത്തെ പാദകൾക്കുമനെ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവത്തെ പാദങ്ങളാൽ വിരചിതമായ സദാചാരം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നല്ലതൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങ സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല സത്യവും ഒരിക്കലും. നെയ്നിന്നു നേരുവറ്റിതിൽ പുല്ലിനും പോയിടുന്നത്, കല്ലിനത്രേതെല്ലാം നെല്ലിൽ ശരീരവും വഴി ചെറുപ്പുകൾ. വേരും പ്രഭുത്വവും നല്ലോരാരുമേ കൈവിനേണ്ടത്, നേരകൃവണർ കൊട്ടും ചേര നേരെ വിപര്യം. ഇതാണ് ശ്രീനാരായണ ഗുരുദേവത്തിൽ പാദങ്ങളാൽ വിരചിതമായ സദാചാരമെന്ന കൃതി. 4 ശ്ലോകങ്ങൾ മാത്രമടങ്ങുന്ന ഒരു ലഘുകൃതിയാണ്. ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതങ്ങളായ മലയാള പദങ്ങൾ കോർത്തിണക്കിയാണ് ഈ കൃതിയുടെ രചന ഗുരുദേവൻ നടത്തിയിരിക്കുക. അപ്പോൾ ഇത് സത്തുക്കളുടെ ആധാരം അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ആധാരം എങ്ങനെ ഉള്ളതായിരിക്കും, അതിനായിരിക്കണം എന്ന കാര്യത്തെപ്പറ്റിയാണ് ഈ കൃതിയിലൂടെ ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. കൂടുതൽ വിശദീകരണങ്ങൾ ആമുഖ രൂപേണ നടത്തേണ്ട ആവശ്യം ഈ കൃതിയുടെ പഠനത്തിനില്ല എന്നുള്ളതുകൊണ്ട് കൃതിയുടെ പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാവുന്നതാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. ഇതാണ് ഈ കൃതിയിലെ 1-ാമത്തെ ശ്ലോകം. ഒരാൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി യാതൊന്നും പറയാതിരിക്കുകയും അയാൾ ചെയ്ത ദുഷ്കർമ്മം അല്ലെങ്കിൽ അയാൾ ചെയ്ത ചീത്ത കാര്യങ്ങൾ എപ്പോഴും ആവർത്തിച്ച് പറയുകയും അയാളെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ലോകത്തിലേക്ക് സർവ്വസാധാരണ. അത്തരം ശീലം ശരിക്കും സമൂഹത്തിൽ സദാചാരം വളർത്തിയെടുക്കുന്നതിന് തടസ്സമായി ഭവിക്കുന്നതാണ്. മനുഷ്യർക്ക് ആർക്കും ദുഷ്കർമ്മങ്ങൾ തന്നെ ചെയ്യണമെന്ന നിർബന്ധബുദ്ധിയുള്ളവരല്ല. സൽക്കർമ്മം ചെയ്യാനുള്ള വാസന മനുഷ്യന് അവർക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു സ്വതസിദ്ധമായ സദ്ഗുണമാണ്. എന്നാൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണതയും പ്രകൃതമനുസരിച്ച് പലരുന്നതായി. ആ ദുഷ്കർമ്മം ചെയ്യാനുള്ള പ്രവണതയെ അടക്കി നിർത്തി, അല്ലെ അതിനെ നമ്മൾ അമർച്ച ചെയ്ത് സദ്ഗുണവാസനയെ വളർത്തിയെടുക്കുകയാണ് വിവേകികളായ മനുഷ്യർ ചെയ്യുക. സ്വന്തം കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രവർത്തനത്തിലും അത്തരം ഒരു പ്രവണത ഉണ്ടാക്കുവാനുള്ള തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അക്കാര്യമാണ് ഗുരുവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ ചെയ്ത നല്ല കാര്യത്തെപ്പറ്റി വിസ്മരിക്കുകയും അയാൾ ചെയ്ത ചീത്ത കാര്യത്തെപ്പറ്റി മാത്രം പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ തെറ്റ് ചെയ്ത മനുഷ്യർക്ക് കുറ്റബോധമുണ്ടാവുകയില്ല. അവർക്ക് ഇത്തരം പ്രതികാരജീവിയായിരിക്കും അവർ വളർന്നു വരിക. അപ്പോൾ അവൻ ആ കുറ്റം ചെയ്യാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു അന്തർചോദന വളർന്നു വരാൻ അത് തടസ്സമായി പോയി. അതുകൊണ്ട് ആ വിവേകികളായ മനുഷ്യൻ ചെയ്യേണ്ടത്, ഒരാൾ എന്തെങ്കിലും
അധർമ്മം അല്ലെങ്കിൽ ചീത്തക്കാര്യം അബദ്ധവശാൽ ചെയ്തു പോയെങ്കിൽ അത് അയാൾ ബോധപൂർവം ചെയ്തതല്ല എന്ന് ധരിക്കുകയും അദ്ദേഹത്തിനെ വിശ്വസിക്കുകയും അക്കാര്യത്തെപ്പറ്റി എപ്പോഴും എടുത്തു പറഞ്ഞ് അയാളെ ഇകഴ്ത്താനോ കുറ്റപ്പെടുത്താനോ പോകാതിരിക്കുകയും ചെയ്യണം. എന്നാൽ അയാൾ ചെയ്ത നല്ല കാര്യത്തെപ്പറ്റി എടുത്തു പറയുകയും അയാളെ പ്രശംസിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ സമൂഹത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണത വർദ്ധിച്ചു വരും എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇത് സമൂഹജീവിയായ മനുഷ്യൻ അറിഞ്ഞ് പ്രാവർത്തികമാക്കേണ്ട ഒരു ഒറ്റമൂലിയാണ്. ഒരു നല്ല ഔഷധമാണ് സമൂഹത്തെ സദാചാര മൂല്യമുള്ള സമൂഹമാക്കി വളർത്തിയെടുക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഒരാൾ ചെയ്ത നല്ല കാര്യത്തെപ്പറ്റി വിസ്മരിക്കാതിരിക്കുകയും അത് ആവർത്തിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് ആ നല്ലത് ചെയ്ത അതിനെ പ്രശംസിക്കുന്ന ശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞത്. തമിഴിലെ വേദഗ്രന്ഥമായ തിരുക്കുറളിൽ ഇതേ കാര്യം തന്നെ ഉപദേശിച്ചിരുന്നു. നന്റി മറപ്പതു നன்றു, നன்றല്ലതു അൻപേ മറപ്പതു നன்றു എന്നാണ് കുറൽ വചൻ. ശ്രീനാരായണ ഗുരുദേവൻ കുറലിനെ പല ആശയങ്ങൾ സ്വന്തം കൃതികളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഗുരുധർമ്മത്തിന് തിരുക്കുറളിലെ പല ഉപദേശങ്ങളെയും സന്നിവേശിപ്പിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും. ഗുരുവിധമായ ഭാര്യാധർമ്മം, ഈശ്വരസ്തുതി, വർഷവർണ്ണന, സന്യാസി മഹിമ തുടങ്ങിയ കൃതികളെല്ലാം തിരുക്കുറളിൻ്റെ തർജ്ജമ. അത് നേർ തർജ്ജമ തന്നെയാണ്. അതുകൂടാതെ അനുകമ്പാദശകം, ദത്താപഹാരം, ജീവകാരുണ്യ വഞ്ചന തുടങ്ങിയ കൃതികളിൽ കുറൻ സന്ദേശങ്ങളെ ഗുരു സന്നിവേശിപ്പിച്ചു. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നെങ്കിൽ സർവദാ, അധർമ്മവും ജയിക്കുന്നെങ്കിൽ അസത്യവും ഒരിക്കലും. ഇതാണ് ഈ കൃതിയിലെ രണ്ടാമത്തെ ശ്ലോകം. ഈ ലോകത്ത് ആത്യന്തികമായ വിജയം സത്യത്തിനും ധർമ്മത്തിനും മാത്രമേ ഉണ്ടാകൂ എന്ന് ഗുരുവിടെ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ തന്നെ സമർത്ഥിച്ചിരിക്കുകയാണ്. അസത്യവും അധർമ്മവും പലതും വിജയം കണ്ടെത്തുന്നു എന്ന് നമ്മൾ പരിഭവപ്പെടാം. അങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നാറും. പക്ഷെ അത് താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമായിരിക്കും. ആത്യന്തികമായി ഒരിക്കലും അധർമ്മത്തിനും അസത്യത്തിനും വിജയം കണ്ടെത്തുവാൻ സാധ്യമല്ല. അതായത് ചരിത്രം പഠിച്ച് അതിനെ നമുക്കത് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. ലോകത്തെ താങ്ങി നിർത്തുന്നതായ ചില ധാർമ്മിക മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ, ആ ജീവിത മൂല്യങ്ങളെ തച്ചുടയ്ക്കാൻ ആര് ശ്രമിച്ചാലും അവർക്ക് ശാശ്വതമായ വിജയം നേടിയെടുക്കാൻ സാധ്യമല്ല. അക്കാര്യമാണ് ഗുരു ഇവിടെ പറയുന്നത്. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നെങ്കിൽ സർവദായ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഭാരതത്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണ്. കോടതികളിൽ അതുപോലെ ഭരണഘടനാപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യാലയങ്ങളിലൊക്കെ സത്യമേവ ജയതേ എന്ന് എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ സത്യമേവ ജയതേ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം മുണ്ടക ഉപനിഷത്തിലെ ഒരു മന്ത്രത്തിലെ ആദ്യത്തെ വരിയാണ്. സത്യമേവ ജയതേ നാനൃതം സത്യേന ബന്ധ വിതതോ ദേവയാനഃ ഏനാക്രമന്ത്യ ഋഷയോ ഹ്യാപ്തകാമ യത്ര തത് സത്യസ്യ പരമം വിധാനം. ഇതാണ് മുണ്ടക ഉപനിഷത്തിലെ മതം. സത്യം തന്നെ വിജയിക്കുന്നു, അതേ സത്യം മാത്രം വിജയിക്കുന്നു. അനിരുദ്ധം അഥവാ അസത്യം വിജയിക്കുന്നില്ല. ദേവയാനമാകുന്ന പന്ഥാവ്, അതായത് സത്യമാർഗം,
സത്യത്താൽ വിസ്തൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഈ പന്ഥാവിലൂടെ സഞ്ചരിച്ച് കാമങ്ങളെല്ലാം പ്രാപ്തമാക്കി കഴിഞ്ഞവരായ ഋഷിമാർ സത്യത്തിൻ്റെ ആ പരമസ്ഥാനത്ത്, പരമമായ വിശ്രമസ്ഥാനത്ത് എത്തിച്ചേരുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ വാച്യം. സത്യമേവ ജയതേനാനൃതം എന്ന വരി ഗുരു അത് തർജ്ജമ ചെയ്തപ്പോൾ അതൊരു ശ്ലോകരൂപത്തിലായി. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നു സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല സത്യവും ഒരിക്കലും. ഉപനിഷത്ത് മന്ത്രത്തിലെ സത്യമേവ ജയതേ, സത്യം മാത്രം ജയിക്കുന്നു, ലാ അനൃതം, അനൃതം അസത്യം ജയിക്കുന്നില്ല. ആ ഒരു കാര്യമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നു സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല സത്യവും ഒരിക്കലും. സർവമതസാരവും ഏകം എന്ന ഗുരു വചനം തന്നെയാണ് ഈ ശ്ലോകത്തിലൂടെയും അടിവരയിട്ട് മറ്റൊരു തരത്തിൽ സമർത്ഥിച്ചിരിക്കും. നെല്ലിനു വേരുവറ്റീതിൽ പുലിയനും പോയിരുന്നത്, കല്ലിനത്രേ ജലം നെല്ലിൽ ശരീരം വഴിച്ചെറുക്കുക. ഇതാണ് ഈ ശ്ലോകത്തിലെ മൂന്നാമത്, ഈ കൃതിയിലെ മൂന്നാമത് ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായി. ഇന്ന് കൂടുതൽ പ്രചാരത്തിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ എല്ലാം ഈ ശ്ലോകത്തിലെ ആദ്യത്തെ പാദം നെല്ലിനു നേരു വിട്ടീടിൽ പുല്ലിനും പോയിടുന്നത് എന്നാണ് അച്ചടിച്ച് കാണുന്നത്. വിശദീകരണമായി അതിനകത്ത് കൊടുത്തിരിക്കും. എന്നാൽ ആദ്യകാലങ്ങളിൽ നെല്ലിനു നേരു വച്ചീടിൽ പുല്ലിനും പോയിടുന്നത് എന്നായിരുന്നു അച്ചടിച്ചു വന്നിരുന്നത്. പ്രൊഫസർ M.H. ശാസ്ത്രിയോട് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇക്കാര്യത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നാം പാഠത്തിൽ വറ്റീടിലെന്ന് കാണുന്ന പാഠം യോജിപ്പിക്കുവാൻ പ്രയാസമുണ്ട്. ഒരു വ്യാഖ്യാതാവ് വിട്ടീടിലെന്നാണ് പാഠം ചേർത്തിരിക്കുന്നത്. വാർത്തയിലെന്ന തമിഴ് പ്രയോഗത്തിന് മലയാളത്തിൽ വറ്റീടിൽ എന്ന പരിണാമം വരാൻ അർത്ഥവും സഹജമാകും എന്നാണ് പ്രൊഫസർ M.H. ശാസ്ത്രികൾ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നാൽ പേരെടുത്ത് പറയാതെ ഒരു വ്യാഖ്യാതാവ് വിട്ടീടിലെന്ന് പ്രയോഗിച്ചിരിക്കുന്ന പാഠം പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണെന്ന് അത്ര വ്യക്തമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പ്രൊഫസർ T. ബാലകൃഷ്ണൻ നായരുടെയും അതുപോലെ ഡോക്ടർ T. ഭാസ്കരൻ്റേതുമാണ്. G. ബാലകൃഷ്ണൻ നായരുടെ സമ്പൂർണ്ണ വ്യാഖ്യാനങ്ങൾ, ശ്രീനാരായണ ഗുരുദേവയുടെ സമ്പൂർണ്ണ വ്യാഖ്യാനങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർ പ്രസിദ്ധീകരിച്ച 2018 പ്രസിദ്ധീകരിച്ച 5ാമത് പതിപ്പിൻ്റെ ഒരു കോപ്പിയാണ് എൻ്റെ കൈവശമുള്ളത്. ആ പുസ്തകം ഞാൻ തെരഞ്ഞെടുത്ത് അത് പരിധി നോക്കിയമൊക്കെ അതിൽ സദാചാരം എന്ന കൃതി കാണുന്നില്ല. ദത്താപഹാരമുണ്ട്, പക്ഷേ സദാചാരം ആ കൃതിയിൽ ആ പുസ്തകത്തിൽ ചേർന്നിട്ടില്ല. ഡോക്ടർ T. ഭാസ്കരൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതി എന്ന് പറയുന്ന ശീർഷകത്തോടു കൂടിയ ഒരു ഗ്രന്ഥമുണ്ട്. അത് മാതൃഭൂമി പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് M.H. ശാസ്ത്രികൾ വറ്റീടിൽ എന്ന പാഠം കൊടുക്കുകയും തമിഴിലെ വാർത്തീടിൽ എന്നതിൻ്റെ മലയാള പരിണാമമായ വാറ്റീടിലായി ഊഹിക്കുകയും ചെയ്യുന്നു എന്നെഴുതി ചേർത്തു. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വറ്റീടിൽ എന്ന പ്രയോഗം M.H. ശാസ്ത്രിയുടേതാണെന്നാണ് ഡോക്ടർ T. ഭാസ്കരൻ അവകാശപ്പെടുന്നത്, അല്ലെ ആരോപിക്കുന്നത്. അത് ഒരിക്കലും ശരിയല്ല. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ പല കൃതികളിലും ചില ഭാഗങ്ങളിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വ്യാഖ്യാതാക്കൾക്കിടയിൽ
ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സുബ്രഹ്മണ്യ ഹൃദയയുടെ പഠനത്തിലൊക്കെ എടുത്തു പറഞ്ഞ കാര്യമാണ്, ചൂണ്ടിത്തട്ടി നമ്മളത് വിശദീകരിച്ചതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗുരുവിൻ്റെ ഈ പ്രയോഗം നെല്ലിനു നീര് വറ്റീതിരി എന്നുള്ള പ്രയോഗത്തിൽ യാതൊരു അപാകതയുമില്ല. അവിടെ തിരുത്തി ഊഹിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ഈ വ്യാഖ്യാതാനം അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കാതെ പോയതുകൊണ്ട് അത് അതിന് ആ ഗുരു പറഞ്ഞിരിക്കുന്ന നെല്ലിനു നീര് വറ്റീവനി പുരിഞ്ഞും പോയിട്ടുള്ളത് എന്നുള്ളൊരു പ്രയോഗം. അതിൻ്റെ അർത്ഥം എന്താണ്? നെല്ലിന് നീര് വറ്റുക എന്ന് പറഞ്ഞാൽ നെൽപ്പാടത്തെ നീരൊഴുക്ക് വറ്റിപ്പോവുക എന്ന് തന്നെയാണ്. അതിന് കൂടുതൽ തമിഴ് പദത്തിൻ്റെ അർത്ഥം തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. നെല്ലിനു നീര് വറ്റിയത് എന്ന് വെച്ചാൽ നെൽപ്പാടത്തെ ജല വിതരണം അല്ലെങ്കിൽ ജലസേചനം നിലച്ചു പോയാൽ പുല്ലിനും പോയിടുന്നത്, പുല്ലിനും ജലം ലഭിക്കാതെ പോകും. അപ്പോൾ പുല്ലും നെല്ലും ഒന്നിച്ചാണ് പറഞ്ഞത്. വാസ്തവത്തിൽ പുല്ല് ക്രമാതീതമായി വളർന്ന് നെല്ലിനെ അടിപ്പെടുത്തി കഴിഞ്ഞാൽ നെല്ലിന് വിളവ് കുറയും. അത് കൃഷിലാഭം ഉണ്ടാകുന്നത് തടസ്സമായി ഭവിക്കും. അതുകൊണ്ട് കൃഷിക്കാർ സാധാരണ പുല്ല് കളവാൻ വളരെ ശക്തമായി വളർന്നത് വിളവായേക്കാം. അതൊരു കളവ് നീക്കം ചെയ്യാറുണ്ട്. അങ്ങനെ കളവ് നീക്കം ചെയ്യുമ്പോൾ ആ കളവ് നെല്ലിൻ്റെ വളമായി മാറും. അതോടൊപ്പം തന്നെ കളവ് കന്നുകാലികളുടെ ആഹാരമാണ്. ഈ പുല്ലുകളാണല്ലോ കന്നുകാലി തീറ്റയായി മാറുന്നത്. അത് നെൽപ്പാടത്തെ പുല്ലുകളൊക്കെ ഈ നെല്ലിൻ്റെ വളർച്ച ഒരു പരിശീലിത്തി കഴിഞ്ഞാൽ പിന്നീട് നെല്ലന് വളർന്നുള്ള അതോടൊപ്പം തന്നെ പുല്ല് വളർന്നത് കൊയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സായി കൊയ്തെടുത്താൽ അത് വളരെ പോഷകസമൃദ്ധമായ കാലിത്തീറ്റയാണ്. അതുകൊണ്ട് കള വളരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും നെല്ലിലേക്ക് നെൽപ്പാടത്തിലേക്കുള്ള നീരെടുത്ത് തടഞ്ഞു വിടരുത്, അല്ലെങ്കിൽ അത് തിരിച്ചു വിടരുത്. നെൽപ്പാടത്ത് കള വന്നോളട്ടെ, കളയും വളരേണ്ടത് തന്നെയാണ്. കാരണം അത് വളമായി കാലിത്തീറ്റയായി നമുക്ക് പ്രയോജനപ്പെടുന്നു. അത് നെല്ലിൻ്റെ വളർച്ച അടിപ്പെട്ടു പോകാതിരിക്കാൻ കാലാകാലങ്ങളിൽ കളയെടുക്കേണ്ട സമയത്ത് മാത്രം കളയെടുത്ത് കൊടുത്താൽ മതി എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പരോക്ഷമായി ഗുരു പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തവരും അനർഹരാണെന്ന് നമ്മൾ വിധിയിലുള്ളവരായതിനാവട്ടെ അവർക്ക് നമ്മൾ ചെയ്യുന്ന സംക്രമണത്തിൻ്റെ ഫലം ലഭിക്കുമോ എന്നുള്ള ആശങ്കയുടെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിവേകികളായ മനുഷ്യർ ഒരിക്കലും പിന്തിരിഞ്ഞുകൂടായ ഉപദേശമാണ് ഗുരു ഇവിടെ നടത്തിയിരിക്കുന്നത്. നെല്ലിനു നീര് വറ്റീരി പുല്ലിനും പോയിടുന്നത് എന്ന് തന്നെയാണ് ഈ ശ്ലോകത്തെ നമ്മൾ പഠിക്കേണ്ടത്. അവിടെ യാതൊരു അപാകതയുമില്ല എന്ന അഭിപ്രായമാണ് ഇവിടെ എനിക്ക് പറയാനായിരിക്കുന്നത്. എന്നാൽ ഈ ശ്ലോകത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് കണ്ണിലത്ര ജലം നെല്ലിച്ചെല്ലും വഴിയെറുക്കില്ലെന്നാണ്. അപ്പോൾ ഇവിടെ കല്ല് എന്നൊരു പ്രയോഗം ഗുരുവിൻ്റെ കാലത്തൊക്കെ നീരെടുപ്പ് തടയാനായി കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന തടകളാണ് നിർമ്മിച്ചത്. അങ്ങനെ കല്ലുകൾ കൊണ്ട് തട കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയാൽ ആ വെള്ളം ആർക്കും പ്രയോജനപ്പെടാതെ പോകും. വെള്ളം നമ്മുടെ പാടത്ത് ആവശ്യമുള്ള വെള്ളം നമ്മൾ തന്നെയല്ല ഈ കണ്ടുകൊണ്ട് തട കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയാൽ ആ വെള്ളത്തിൻ്റെ ലെവൽ ക്രമാതീതമായി ഉയർന്നു പോയാൽ നമ്മുടെ പാടത്തെ കൃഷി നശിച്ചു പോവുകയും ഈ വെള്ളം കൂടിപ്പോയാൽ കൃഷി നശിക്കും. അപ്പോൾ അത് ദോഷമായി വരും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കല്ലിലത്ര ജലം നെല്ലിൽ ചെല്ലും വഴിയെറുക്കുകയിൽ, നെല്ലിൽ ചെല്ലും വഴി എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ മനസ്സിലാക്കാം. നെൽപ്പാടത്തേക്കുള്ള വെള്ളം കല്ല് കെട്ടി തടഞ്ഞു നിർത്തിയാൽ അത് ആ കല്ലിൻ്റെ അവിടെ അത് തടഞ്ഞു നിർത്തപ്പെടും, അത് പ്രയോജനമില്ലാതെ പോകുമെന്ന് അർത്ഥമുണ്ട്. പിന്നെ നമ്മുടെ പാടത്തെ നെല്ല് ആ നെൽപ്പാടത്തിലുള്ള വെള്ളം അയൽക്കാരൻ്റെ പാടത്തിലേക്ക് ഒഴുക്കിവിടുന്നതിൽ നമ്മൾ വൈമുഖ്യം കാണിച്ചാൽ അല്ലെ അവിടെ നമ്മളെ തടഞ്ഞു നിർത്തി അയൽക്കാരൻ നന്നായി പോകുന്നുള്ള ആ ഒരു കുശുമ്പിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ പാടത്തെ വെള്ളം അവന് കൊടുക്കുന്നില്ല എന്ന മനോഭാവത്തോടുകൂടി കെട്ടി നിർത്തിയാൽ ആ വെള്ളം നമ്മുടെ പാടത്തെ നെല്ലിനെയും അത് ആ നെല്ല് ചീഞ്ഞളിച്ച് പോകാൻ കാരണമായി തീർന്ന് നാശമുണ്ടാക്കുമെന്നാണ്. അത് ആ ഒരു രണ്ടർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കണം. കല്ലിലത്ര ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുപ്പുകയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
പരോപകാരമേ പരംപുണ്യം, പാപമേ പരപീഡനം എന്ന ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. ഒരിക്കലും മറ്റുള്ളവന് ദോഷം വരുന്ന തരത്തിൽ യാതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്തുകൂടായത് തന്നെയാണ്. പേരും പ്രഭുത്വവും നല്ലൊരാരുമേ കൈവിടരുത്, നേരകത്തു തണർ പൊട്ടും ചേരാ നേരെ വിപര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഈ കൃതി ഉപസംഹരിച്ചിരിക്കുന്നത്. സദ്കീർത്തിയും പ്രഭുത്വവും കൈമോശം വന്നു പോകാതിരിക്കുന്ന കാര്യത്തിൽ സജ്ജനങ്ങൾ എപ്പോഴും ജാഗ്രത പുലർത്തും. എന്നാൽ ദുർജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് സത്കീർത്തിയും അതുപോലെ പ്രഭുത്വവും ഒന്നും ബലവൃത്തമാണ്, അത് കൈവിട്ടു പോകാതിരിക്കാമെന്ന ചിന്തയില്ല. കാരണം അവർക്ക് വിവേകമില്ല എന്നുള്ളതുകൊണ്ടാണ്. സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, മേധാവിത്വം, നേതൃത്വം, സമാധാനം, ശാന്തി തുടങ്ങിയ സദ്ഗുണങ്ങളുടെ എല്ലാം ആകത്തുകയാണ് പ്രഭുത്വം എന്ന് പറയും. പ്രഭുത്വത്തിൻ്റെ ഉപോൽപ്പന്നമാണ് സദ്കീർത്തി. സജ്ജനങ്ങളോടൊപ്പം ചേർന്ന് വർത്തിക്കുന്ന ഗുണങ്ങളാണ് ഇവ രണ്ടും. നേരകൃപണർ പൊട്ടും ചേര നേരെ വിപരീയമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ 2ാം പകുതിയും ഗുരു പറഞ്ഞിരിക്കുന്നത്. നേര് എന്നുള്ള സത്യമെന്നാണ്. അകകൃപണം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൃപണത്വമുള്ളവർ. കൃപണത എന്ന് പറഞ്ഞാൽ ജ്ഞാനദാരിദ്ര്യമാണ്. അപ്പോൾ വിവേകശൂന്യന്മാർ എന്ന് തന്നെയാണ് അകകൃപണർ എന്ന പദത്തിൻ്റെ അർത്ഥം. വിവേകമില്ലാത്തവർക്ക് സത്യം ബോധ്യപ്പെട്ട് കിട്ടുകയില്ല, അവർ സത്യം പ്രവർത്തിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സമൂഹജീവികളായ മനുഷ്യർ സദാചാരങ്ങളാണ് പിന്തുടരേണ്ടത്. സത്തുക്കളുടെ ആചാരമാണ് സദാചാരം, അഥവാ സജ്ജനങ്ങളുടെ ആചാരങ്ങളാണ് സദാചാരങ്ങൾ. അതാണ് നാം പിന്തുടരുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ചുകൊണ്ട് 4 ശ്ലോകങ്ങൾ മാത്രമടങ്ങുന്ന ഈ ലഘുകൃതി ഒരു ഉപസംഹരിച്ചിരിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രബോധനാത്മക കൃതികളുടെ പട്ടികയിൽപ്പെടുത്തി പഠിക്കേണ്ട ഒരു കൃതി തന്നെയാണിത്. ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിൽ അതിലെ വരികൾ ഗുരു വളരെ ലളിതമായ പദങ്ങൾ ഓർത്തിണക്കി ചമച്ചിരിക്കുന്നത്. ഈ കൃതിയുടെ പഠനം ഇത് മനഃപ്പാഠമാക്കി നിത്യേന ഉരുവിടാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവും ശാന്തിപൂരിതവുമായി തീരും. അതിന് നമുക്ക് പ്രാപ്തിയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.